إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് നാവ് എന്നുള്ള ഒരു അവയവം. നാവിൻ്റെ ഗുണങ്ങളും ആ നാവില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ നാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അതിവേഗതയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു അവയവമായിട്ടാണ് സലഫുകൾ നാവിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തിന്മയിലേക്ക്, ഒരു തിന്മ പറയാൻ വളരെ വേഗത്തിലേക്ക് എളുപ്പമുള്ള ഒരു സൗകര്യമായ ഒരു അവയവമാണ് നാവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ വളരെയധികം സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും അതുപോലെ തന്നെ സഹാബാക്കളും സലഫുകളും ഒക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ, ഞാനും നിങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നാവിൻ്റെ സംസാരം. നമ്മൾ ദിനേന പള്ളിയിൽ വഖത്തിന് വരുന്ന ആളുകളായിരിക്കും, എല്ലാ ക്ലാസ്സുകളും കേൾക്കുന്നവരായിരിക്കും. ഗീബത്തിന്റെ ഗുരുതര അവസ്ഥയെ സംബന്ധിച്ചും അതേപോലെ നമീമത്തിന്റെ അതിന്റെ ശിക്ഷയെ സംബന്ധിച്ചുമൊക്കെ പലതവണ കേട്ടവരായിരിക്കും നാം. എന്നാലും നമ്മളിലേക്ക് വളരെ വേഗത്തിൽ കടന്നു വരുന്ന നാവിലൂടെ സംഭവിക്കുന്ന തിന്മ എന്ന് പറഞ്ഞാൽ പലതും നമ്മൾ ആളുകളെ കുറിച്ച് പറഞ്ഞു പോവുകയാണ്. പറയുന്ന കാര്യം അത് ഹക്കാണോ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലാണോ നമ്മുടെ വാക്കുകൾ, സംസാരങ്ങൾ പോകുന്നത് എന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മളോരോ സംസാരവും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരാളും ഒരു ഖൗലും തന്നെ പറയുന്നില്ല, അത് ഖൈറാവട്ടെ ഷർറാവട്ടെ, അങ്ങനെ ഏതൊരു ഖൗലും അവന് പറയുന്നില്ല, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവൻ ആ പറയുന്ന കാര്യം അള്ളാഹു ഏൽപ്പിച്ച ആ മലക്കുകൾ അത് വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാവിന്റെ കാര്യത്തിൽ ആഫാത്തുൽ ലിസാൻ, നാവിന്റെ അപകടങ്ങൾ എന്ന കിതാബുകൾ തന്നെ സലഫുകൾ ലോകത്ത് രചിക്കാനുള്ള കാരണം വലിയ ഫിത്നയാണ് അതുകൊണ്ടുണ്ടാവുന്നത്. ഒരു ഉമ്മത്തിൽ തന്നെ, ഒരു സമൂഹത്തിൽ തന്നെ വലിയൊരു ഫിത്നയുണ്ടാക്കാൻ ഒരൊറ്റ വാക്ക് മതി. അത്രയും ഗുരുതരമായൊരു കാര്യമാണ് നാവുകൊണ്ട് ഗീബത്തുകൾ പറയുക, ഒരാളെ കുറിച്ച് കുറ്റം പറയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ.
മഹാനായ ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹം റിയാദുസ് സ്വാലിഹീനിൽ ഈ ആയത്തിന്റെ താഴെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ചില ഉപദേശമുണ്ട്, വളരെ ഗൗരവമുള്ള ഒരു ഉപദേശമാണ്. അദ്ദേഹം പറയുകയാണ്, യഅലം, നീ അറിയണം, അന്നഹു യംബഗി ലികുല്ലി മുകല്ലഫിൻ, പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള എല്ലാ ആണിനും പെണ്ണിനും നിർബന്ധമായ അനിവാര്യമായ കാര്യമാണ് അയ്യഹ്ഫദ ലിസാനഹ്, അവന്റെ നാവിനെ അവൻ സൂക്ഷിക്കുക എന്നുള്ളത്, അൻ ജമീഅൽ കലാം, എല്ലാ സംസാരത്തെ തൊട്ടും തന്റെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനും മുസ്ലിമത്തായ എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്. ഇല്ലാ കലാമൻ, ചില സംസാരങ്ങൾ ഒഴികെ. അത് എങ്ങനത്തെ സംസാരങ്ങളാ? സഹറത്ത് ഫീഹിൽ മസ്ലഹ, അതിൽ ഗുണമുണ്ട്, നന്മയുണ്ട്, ആളുകൾക്കും സ്വന്തത്തിനും ഖൈറുണ്ട്. അങ്ങനെയുള്ള കലാമല്ലാതെ ബാക്കിയുള്ള എല്ലാ കലാമിനെ തൊട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, നിങ്ങൾ നാവിനെ സൂക്ഷിക്കണമെന്ന് മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, വമതസ്തവൽ കലാമു വതർക്കുഹു ഫിൽ മസ്ലഹ, ഒരു ഗുണത്തിന്റെ മസ്ലഹത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയുക എന്നുള്ളതും അത് പറയാതിരിക്കുക എന്നുള്ളതും ഒരേ ഫലമാണ് അതുകൊണ്ടുള്ളത്. ഒരു കാര്യം അത് പറഞ്ഞാലും ഒരു ഫലം തന്നെയാണ്, പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഫലം തന്നെ. അങ്ങനെ ഒരു ഇസ്തിവ സെയിമായി നിൽക്കുന്ന അവസരത്തിൽ ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഫസുന്നതു അൽ ഇംസാകു അൻഹു, അങ്ങനെ രണ്ടും പറയലും പറയാതിരിക്കലും ഒരേ ഫലം ചെയ്യുകയാണെങ്കിൽ നാവിനെ അവിടെ പിടിച്ചു വെക്കലാണ് സുന്നത്ത്. എന്താ കാരണം? ലിഅന്നഹു ഖദ് യൻജറുൽ കലാമുൽ മുബാഹു ഇലൽ ഹറാം ഔൽ മക്റൂഹ്, സംസാരിച്ചാലാണല്ലോ ആ സംസാരം പിന്നെ അത് നീണ്ട് മറ്റു ആളുകൾ കേട്ട് അതങ്ങനെ അതിന്റെ രൂപം മാറി ഹറാമിലേക്കും വെറുക്കപ്പെട്ട അവസ്ഥയിലേക്കും മാറുന്നത് സംസാരിക്കുമ്പോഴാണ്. സംസാരിക്കാതിരുന്നാൽ ആ ഒരു സംഭവം സംഭവിക്കുന്നില്ല. എന്നിട്ട് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുകയാണ്, വദാലിക കസീറുൻ ഫിൽ ആദ, ഇത് പതിവായി ഇന്ന് ധാരാളമായി പതിവായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് അദ്ദേഹം പറയുകയാണ്. വസ്സലാമതു ലാ യഅദിലുഹാ ശൈ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സലാമത്ത് എന്ന് പറഞ്ഞ, സുരക്ഷ എന്ന് പറഞ്ഞ, അതിനോട് കിടപിടിക്കുന്ന, അതിനോട് തുല്യമാകുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുകയാണ്. അപ്പൊ നാവിനെ എത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ നമസ്കരിക്കുന്നവരായിരിക്കും, 5 വഖത്തിന് പള്ളിയിൽ വരുന്നവരായിരിക്കും, താടി നീട്ടിയവരായിരിക്കും, ജുബ്ബയിടുന്നവരായിരിക്കും, എല്ലാ നിലക്കും ഗുണം ചെയ്യുന്നവരായിരിക്കും. നാവിന്റെ വിഷയത്തിൽ നമ്മൾ വീക്കായിരിക്കാം. അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റുമോ? അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറാ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ ശറഹിൽ ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം, വഹാദാ സരീഹുൻ, വളരെ വ്യക്തമാക്കുന്ന കാര്യമാണ്. ഫി അന്നഹു യംബഗി അല്ലാ യതകല്ലമ ഇല്ലാ ഇദാ കാനൽ കലാമു ഖൈറാ, ഒരാൾ സംസാരിക്കുന്ന സംസാരം ഖൈറായതല്ലെങ്കിൽ അവൻ സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി നല്ല കലാം എന്ന് പറഞ്ഞാൽ ഏതാണത്? വഹുവല്ലദീ സഹറത് മസ്ലഹതു, അതിൽ പറയുകയാണെങ്കിൽ, വല്ല വാക്കും അവൻ പറയുകയാണെങ്കിൽ സ്വന്തത്തിനോ ആളുകൾക്ക് അതിലൊരു ഗുണമുണ്ടാകും. അങ്ങനത്തെ ഖൈറായ ഖൗല് പറയുക, അല്ലാത്തത് നീ ഒഴിവാക്കുക. വമതാ ശക്ക ഫീ ദുഹൂരിൽ മസ്ലഹ, നീ ഒരു സംസാരിക്കുമ്പോ അതിൽ വല്ല ഗുണമുണ്ടെന്ന് നിനക്ക് സംശയമുണ്ടെങ്കിൽ പോലും ഫലാ യതകല്ലം, അവനത് സംസാരിക്കരുത് എന്നാണ് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഗീബത്തിന്റെ ഗൗരവങ്ങളൊക്കെ നമ്മൾ പലതവണ കേൾക്കുന്നവരാണ്. കേട്ടിട്ടും നമ്മുടെ നാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ സ്വഭാവം നല്ലതല്ലാത്തത് കൊണ്ടാണ്. ക്ഷമിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവനെ കുറ്റപ്പെടുത്തണം, അസൂയ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് നാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഗീബത്തുകൾ പറഞ്ഞു പോകുന്നത്. ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഗീബത്ത് പറയാം,
പറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നിങ്ങളെ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് ഗീബത്ത് ഒരാളെ കുറിച്ച് അവന്റെ മിസ്റ്റേക്കുകൾ, അവന്റെ കുറ്റങ്ങൾ പറയാൻ പറ്റുന്ന 6 സന്ദർഭങ്ങൾ ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിൽ 6 എണ്ണം എണ്ണി പറഞ്ഞിട്ടുണ്ട്. പല ഉലമാക്കളും അതിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. പല ഉലമാക്കളും അതിനെ പുകഴ്ത്തിയിട്ടുള്ള കാര്യമാണ്. ഹദീസിന്റെ തെളിവുകളുള്ള കാര്യമാണ്. അത് ഓരോന്നാണ് ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു അധ്യായം തന്നെ ബാബു മാ യുബാഹു മിനൽ ഗീബ, ഗീബത്ത് അനുവദനീയമായ സന്ദർഭങ്ങൾ, അതിന്റെ ബാബാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എപ്പോഴാണ് നമുക്ക് ഒരാളെ കുറിച്ച് അയാളുടെ മിസ്റ്റേക്ക്, അത് ഗീബത്ത് പറയാൻ സാധിക്കുക? ആ അനുവദിച്ച കാരണങ്ങൾ എന്തൊക്കെ അദ്ദേഹത്തിന്റെ കിതാബിൽ എണ്ണി പറയുന്നത് കാണാം. ആദ്യം അദ്ദേഹം പറഞ്ഞു, അലം, നീ മനസ്സിലാക്കിക്കോ, അന്നൽ ഗീബത്ത, തീർച്ചയായും ഗീബത്ത് എന്ന് പറഞ്ഞാൽ, പരദൂഷണം എന്ന് പറഞ്ഞാൽ, തുബാഹു ലിഗറദിൻ സ്വഹീഹിൻ ശർഈൻ, മതപരമായ സ്വഹീഹായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത് അനുവദിക്കുന്നതാണ്, അനുവദിക്കപ്പെടുന്നതാണ്. അത് തന്നെ എല്ലാ കാര്യത്തിനും പറ്റൂല. അതിന് നിബന്ധന ഉണ്ട്. എന്താ? ലാ യുംകിനുൽ വുസൂലു ഇലൈഹി ഇല്ലാ ബിഹാ, ആ ശർഈയായ ആ മസ്ലഹത്ത് കരസ്ഥമാക്കാൻ ഗീബത്ത് പറഞ്ഞേ നടക്കൂ, അല്ലാതെ നടക്കൂല. അവനെ പറിച്ച് പറയേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വഹുവ സിത്തത്തു അസ്ബാബ്, അത് 6 കാരണങ്ങളാണ്. മഹാനായ ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുന്നു, ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം അത്തദല്ലും, ആവലാതി പറയാൻ ഉപയോഗിക്കുക. ഒരാൾ തന്നെ ആക്രമിച്ചാൽ ആ ആക്രമിച്ചവനെ സംബന്ധിച്ച് നമ്മുടെ ബന്ധപ്പെട്ട ആളുകളോട് ആവലാതി പറയാൻ അത്തദല്ലും, ആ സമയത്ത് ഗീബത്ത് അനുവദനീയമാണ്. നബി റഹ്മഹുല്ലാഹ് പറയുന്നു, ഫയജൂസു ലിൽ മസ്ലൂം, ആക്രമിക്കപ്പെട്ടവന് അനുവദനീയമാണ് അയതസല്ലമ ഇല സുൽത്താൻ, സുൽത്താനിലേക്ക് തന്റെ ആവലാതി പറയൽ അനുവദനീയമാണ്. വൽ ഖാദി, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഖാദിയോട് പറയൽ അനുവദനീയമാണ്. വഗൈരിഹിമ, സുൽത്താനും ഖാദിയും അല്ലാത്ത മിമ്മൻ ലഹു വിലായ, അധികാരമുള്ള വിലായത്തുള്ള ആളുകളോടും പറയൽ അനുവദനീയമാണ്. ഇനിയോ ഔ ഖുദ്റത്തുൻ അലാ ഇൻസാഫിഹി മിൻ സാലിമിഹി, അവനെ ആക്രമിക്കുന്നവനിൽ നിന്നും ആ ആക്രമിക്കപ്പെട്ടവന് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിവുള്ള കുദ്റത്തുള്ളവരോടും പറയൽ അനുവദനീയമാണ്. അപ്പൊ എന്താ പറയാ? ഈ ആവലാതി പറയുന്നവൻ പറയും, ഫയഖൂലു സലമനി ഫുലാനുൻ കദാ, ഇന്ന മനുഷ്യൻ എന്നെ ഇപ്രകാരമൊക്കെ ആക്രമിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എന്നോട് അവൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവന്റെ അഭാവത്തിൽ ബന്ധപ്പെട്ട ആളുകളോട് സൂചിപ്പിക്കാം. അത് അനുവദനീയമായ കാര്യമാണെന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും നമ്മെ ഉപദ്രവിക്കുകയോ വല്ല ഫിത്നയോ വല്ല കുഴപ്പമോ ഉണ്ടാക്കിയാൽ അത് എല്ലാവരോടും പറയാന്നല്ല, അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, അത് പറഞ്ഞാൽ കേൾക്കുന്ന ബന്ധപ്പെട്ട ആളുകളോട് നസീഹത്തോടുകൂടി അക്കാര്യം പറയുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്. രണ്ടാമത്തെ സന്ദർഭം അദ്ദേഹം വ്യക്തമാക്കുന്നത് കാണാം, അൽ ഇസ്തിആനത്തു അലാ തഗ്യീരിൽ മുൻകർ, തിന്മകളെ ഇല്ലാതാക്കാൻ വേണ്ടി, ഒരാളിൽ നിന്നും ഒരു തിന്മ ഇല്ലാതാക്കാൻ വേണ്ടി അവന് സ്വയം സാധിച്ചില്ലെങ്കിലും മറ്റുള്ള ആളുടെ സഹായം തേടുക. ആ സന്ദർഭത്തിലും അവന്റെ മിസ്റ്റേക്കുകൾ പറയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വറദ്ദിൽ ആസില സ്വവാബ്, അല്ലെങ്കിൽ ആ തിന്മ ചെയ്യുന്നവൻ ഹക്കിലേക്ക് മടങ്ങാൻ വേണ്ടിയും ആ കാര്യങ്ങൾ സൂചിപ്പിക്കാം. അങ്ങനെ ഒരാളോട് സഹായം തേടാം. ഫയഖൂലു, അവൻ പറയും, ലിമൻ യർജു ഖുദ്റതഹ് അലാ ഇസാലത്തിൽ മുൻകർ, ഒരു തിന്മ തടയാൻ നീക്കാൻ കഴിവ് പ്രദേശിക്കുന്ന ഒരു ആളോട് നമുക്ക് പറയാം, ഫുലാനുൻ യഅമലു കദാ, ഒരു നാട്ടിൽ ഒരു വ്യക്തി കള്ളു കുടിക്കുന്നവനാണ്, വ്യഭിചരിക്കുന്നവനാണ്, അല്ലെങ്കിൽ മറ്റു തോന്നിവാസങ്ങൾ ചെയ്യുന്നവനാണ്, ജമാഅത്തിന് പള്ളിയിൽ വരാത്തവനാണ്. അപ്പൊ അവനെ നമുക്ക് തിരുത്താൻ കഴിയില്ലെങ്കിൽ അവനെ തിരുത്താൻ കഴിയുന്ന, പറഞ്ഞാൽ അവൻ അനുസരിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ആ ഇന്ന ആൾ ഇന്ന തിന്മകൾ ചെയ്യുന്നുണ്ട്, ഇന്ന പ്രവൃത്തികൾ മോശമായതവൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. എന്നിട്ട് പറയണം, ഫസ്ജുർഹു അൻ, നിങ്ങൾ ആ തിന്മ അദ്ദേഹത്തിൽ നിന്ന് തടയണം. വനഹ്വ ദാലിക്, ഇതേപോലുള്ള കാര്യങ്ങൾ പറയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? വയഖൂനു മഖ്സൂദുഹു അത്തവസ്സുലു ഇലാ ഇസാലത്തിൽ മുൻകർ,
ഇത് പറയുമ്പോ ഒരാളുടെ മിസ്റ്റേക്ക് മറ്റൊരാളോട് പറയുമ്പോ അവിടെ ഉണ്ടാവേണ്ട അവന്റെ ലക്ഷ്യം ആ തിന്മ അവനിൽ തീക്കുന്നതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരിക്കണം. അതല്ലാതെ തന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി, അവനോടുള്ള വിദ്വേഷം തീർക്കാൻ വേണ്ടി അവന്റെ ന്യൂനതകൾ മറ്റുള്ള ആളുകളുടെ അടുക്കൽ പോയി പറയുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇമാം നബവി റഹ്മഹുല്ലാ പറഞ്ഞു, അവൻ ഉദ്ദേശിക്കുന്നത് തന്റെ സഹോദരനുള്ള ആ തിന്മകളെ ഒന്ന് ഇവൻ നീക്കണം, മാറ്റണം, ഹക്കിലേക്ക് അവൻ അടുപ്പിക്കണം എന്ന ഉദ്ദേശമല്ല. വ്യക്തിവൈരാഗ്യമാണെങ്കിൽ കാന ഹറാമ, അത് നിഷിദ്ധമാണ്, അത് പറയാൻ പാടില്ല, അത് ഹറാമാണെന്ന് ഇമാം നബവി റഹ്മഹുല്ലാ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. മൂന്നാമത്തെ സന്ദർഭം അൽ ഇസ്തിഫ്താ, ഫത്വ ചോദിക്കാൻ വേണ്ടി ചില ആളുകളെ കുറിച്ച് കുറ്റം പറയേണ്ടി വരും, അവന്റെ ന്യൂനത പറയേണ്ടി വരും. ഫയഖൂലു ലിൽ മുഫ്തി, മുഫ്തിയോട്, ആരോടാണോ നമ്മൾ ഫത്വ ചോദിക്കുന്നത് ആ വ്യക്തിയോട് കാര്യം പറയേണ്ടി വരും. ളലമനി അബി, എന്റെ വാപ്പ എന്നോട് അക്രമം ചെയ്തിട്ടുണ്ട്. ഔ അഖി, അല്ല എന്റെ സഹോദരൻ ചെയ്തിട്ടുണ്ട്. ഔ സൗജി, അല്ല എന്റെ ഭാര്യ ചെയ്തിട്ടുണ്ട്. ഔ ഫുലാനുൻ ബികദ, അല്ല എന്നാൾ ഇങ്ങനൊക്കെ എന്നോട് ചെയ്തിട്ടുണ്ട്. ഫഹൽ ലഹു ദാലിക, അതൊക്കെ അവൻ അനുവദനീയമാണോ? അതിന്റെ കാര്യം മനസ്സിലാക്കാൻ ചോദ്യം മുഫ്തിനോട് ദീനീപരമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കാര്യം പറയേണ്ടി വരും. വമാ തരീഖി ഫിൽ ഖലാസ് മിൻഹു, അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എനിക്കുള്ള മാർഗം എന്താണ്? വതഹ്സീലി ഹഖി, എന്റെ ഹക്ക് എനിക്ക് നേടിയെടുക്കാനുള്ള അവസ്ഥ എന്താണ്? വദഫ്ഇ ദുൽം, അവന്റെ അക്രമം തടയാനുള്ള ആ പരിഹാരം എന്താണ് എന്നിങ്ങനെ വനഹ്വ ദാലിക്, ഇതുപോലത്തെ കാര്യങ്ങൾ ആ അക്രമമുണ്ടായ വ്യക്തിയിൽ നിന്നും അത് പേരെടുത്തുകൊണ്ട് തന്നെ ആ ചോദ്യം ചോദിക്കുന്ന മുഫ്തിയോട് ചോദിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഫഹാദാ ജായിസുൻ ലിൽ ഹാജ, ഇത് ഹാജത്തിന് ആവശ്യത്തിന് ജായിസായ കാര്യമാണ്. പക്ഷേ ഇമാം നബവി റഹ്മഹുല്ലാ പറയുകയാണ്, വലാകിന്നൽ ലഹ്വത വൽ അഫ്ദലു അൻ യഖൂല, ഏറ്റവും നല്ലതും ഏറ്റവും സൂക്ഷ്മതയും ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം എന്താ? അൻ യഖൂല മാ തഖൂലു ഫീ റജുലിൻ ഔ ശഖ്സിൻ ഔ സൗജിൻ കാന മിൻ അംരിഹി കദാ, ഒരു വ്യക്തിയുടെ പേരെടുത്ത് പരാമർശിക്കാതെ, എന്റെ വാപ്പ അല്ല എന്ന മുഹമ്മദ് അബൂബക്കർ എന്ന് പേരെടുത്ത് പരാമർശിക്കാതെ ഇന്നൊരു വ്യക്തി എന്ന നിലക്ക് ചോദിക്കുക. ഇന്നൊരു വ്യക്തിയിൽ അവനിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്ന ഒരു പുരുഷനിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയലാണ് ഒരാളുടെ പേരെടുത്ത് ചോദ്യത്തിനേക്കാളും ഉത്തമമെന്ന് ഇമാം നബവി റഹ്മഹുല്ലാ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു യഹ്സുലു ബിഹിൽ ഗറദു മിൻ ഗൈരി തഅയീൻ, അങ്ങനെ ഒരാൾ ചോദിച്ച ഒരു വ്യക്തിയെ നിർണയിക്കാതെ അവന്റെ മിസ്റ്റേക്ക് പറയാതെ വ്യക്തിപരമായ ആളുകൾക്ക് ചോദിക്കുന്നവന് മനസ്സിലാവില്ല എന്നാളാണ്. അപ്പൊ ഒരു റജുല്, ഒരു പുരുഷൻ, ഒരു ഫുലാൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ അതൊരു നിർണയിക്കൽ അവിടെ വരില്ല. അതാണ് അഫ്ദൽ എന്ന് ഇമാം നബവി റഹ്മഹുല്ലാ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, വമഅ ദാലിക, അതോടൊപ്പം ഫത്തഈനു ജായിസുൻ, ഒരാളെ പേരെടുത്ത് തന്നെ പറഞ്ഞാൽ അത് ജായിസായ കാര്യമാണ്. ഫത്വ ചോദിക്കാൻ വേണ്ടി അത് കുഴപ്പമില്ല. അതിനെന്താ തെളിവ്? ഹദീസിൽ ഒരു തെളിവ് തന്നെയുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും. മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാലത്ത് ഹിന്ദു ഇംറഅത്തു അബി സുഫിയാൻ, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്ന അബാ സുഫിയാന റജുലുൻ ഷഹീഹ്, എന്റെ ഭർത്താവായ അബൂ സുഫിയാൻ പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു, അദ്ദേഹം പിശുക്കനാണ്. വലൈസ യുഅതീനി മാ യക്ഫീനി വവലദി, എനിക്കും എന്റെ കുട്ടികൾക്കും മതിയായത് അദ്ദേഹം ഞങ്ങൾക്ക് തരുന്നില്ല. ഇല്ലാ മാ അഖസ്തു മിൻഹു വഹുവ ലാ യഅലം, അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ എടുക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് വേണ്ട മതിയായ ഒന്നും തന്നെ അദ്ദേഹം ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുദി മാ യക്ഫീകി വവലദുകി ബിൽ മഅറൂഫ്, നീ മഅറൂഫോട് കൂടി നിനക്കും നിന്റെ കുട്ടികൾക്കും ആവശ്യമായത് നീ എടുത്തുകൊള്ളുക. എന്താണ് ഈ ഹദീസിൽ തെളിവ്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ സുഫിയാൻ ഭാര്യ എന്താ ചോദിച്ചത്? പേരെടുത്തുകൊണ്ട് തന്നെ, അബൂ സുഫിയാൻ എന്ന് പേരെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അത് ഫത്വ ചോദിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ചോദിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. നാലാമത്തെ സന്ദർഭം തഹ്ദീറുൽ മുസ്ലിമീന മിനശ് ശർരി വനസീഹത്തുഹും,
ചില ആളുകളുടെ ഷർറിൽ നിന്ന് ഉമ്മത്തിനെ മുസ്ലിങ്ങളെ താക്കീത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ഉമ്മത്തിനെ നസീഹത്ത് നൽകേണ്ട അവസ്ഥ ഉണ്ടാകും. ആ സമയത്തൊക്കെ എന്ന വ്യക്തിയെ കുറിച്ച് പേരെടുത്ത് പറയേണ്ടി വരും, അവന്റെ മിസ്റ്റേക്കുകൾ പറയേണ്ടി വരും. ഇമാം നവവി റഹ്മഹുല്ല പറയുന്നു, വദാലിക മിൻ വുജൂഹ്, ഇത് പല വ്യത്യസ്ത നിലക്കാണ് വരിക. ഒരു ഉമ്മത്തിന് അവര് ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ താക്കീത് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത നിലക്ക് അദ്ദേഹം പറയുന്നുണ്ട് പല കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് നമുക്കറിയാം, അതിന് ഹദീസ് തന്നെ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ, അന്ന റജുലൻ ഇസ്തഅദന അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അനുവാദം ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്ദനു ലഹു, അദ്ദേഹത്തിന് നിങ്ങൾ അനുവാദം കൊടുക്ക്. ബിഇസ അഖുൽ അശീറ, അശീറ ഗോത്രത്തിന്റെ സഹോദരൻ എത്ര മോശക്കാരനാണ്. അപ്പോൾ നബി ഒരു അക്രമിയായ മോശക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങനെ പരസ്യമായി തന്നെ പറഞ്ഞു, അശീറ ഗോത്രത്തിന്റെ സഹോദരൻ എന്ന മനുഷ്യൻ എത്ര മോശക്കാരനാണ്. കാരണം അവന്റെ ഫിത്ന, അവന്റെ ദുൽമ് ആ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസുന്നു ഫുലാനൻ വ ഫുലാനൻ യഅരിഫാനി മിൻ ദീനിനാ ശൈആ, ഈ ഫുലാനും ഇന്ന ഫുലാൻ രണ്ടാളുകളുണ്ട്, അവർക്ക് രണ്ടുപേർക്കും നമ്മുടെ ദീനിൽ നിന്ന് ബന്ധം എന്തെങ്കിലും അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഒന്നും അറിയാത്തവരാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. ഇതിലുള്ള റാവി ലൈസ് ഇബ്നു സഅദ് റഹ്മഹുല്ല ഈ രണ്ടാളുകൾ മുനാഫിക്കുകളായിരുന്നു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായി തന്നെ പറഞ്ഞു. ചില ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം ഫിത്നകളുള്ളൊരു സന്ദർഭമാണ്. ചില ആളുകളുടെ സംസാരങ്ങൾ, പ്രസംഗങ്ങൾ ആളുകളെ ആകർഷിപ്പിക്കുന്ന രീതിയിലായിരിക്കും, നല്ല ഈണമുള്ള രീതിയിലായിരിക്കും. പക്ഷെ അവരിൽ ഒരു ഖൈറും ഉണ്ടാവുകയില്ല. ശിർക്കിന്റെ ആളുകളും, എന്നാൽ അവർ പറയുന്നത് കൊണ്ട് യാതൊരു ഖൈറും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ആളുകൾ, തൗഹീദുള്ള ആളുകൾ തന്നെ പല ആളുകളും നമുക്കറിയാം, പള്ളി മിമ്പറുകളിൽ ഖുത്ബ പറയുന്ന ആളുകൾ പോലും ജനങ്ങൾക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കുന്നത് ശൈത്താനിയത്തായ സിനിമകളൊക്കെയാണ്. അതൊക്കെയാണ് അവർക്ക്, നിങ്ങൾ അത് കാണണം. പള്ളി മിമ്പറിൽ ഖുത്ബ പറയുന്ന ആളുകളുടെ അവസ്ഥയാണത്. അപ്പൊ അങ്ങനെയുള്ള ദായിമാര് എത്ര ആളുകളാണ് അതിന്റെ അനുയായികൾ എന്നറിയാം. പല മീഡിയകളിലൂടെയും അതിന്റെ ആ ഒരു അനുയായികളായിക്കൊണ്ടിരിക്കുകയാണുകൾ, എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. അങ്ങനെയുള്ള ദുൽമിന്റെ പ്രാസംഗികന്മാരിൽ നിന്നൊക്കെ താക്കീത് ചെയ്യൽ നിർബന്ധമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്ക് എത്ര നല്ലൊരു വാക്കാണ്. അദ്ദേഹം റിയാദുസ് സ്വാലിഹീന്റെ ശറഹിൽ അദ്ദേഹം പറഞ്ഞു, വകം മിൻ ഇൻസാനിൻ, എത്രയെത്ര മനുഷ്യന്മാരാണ്, ത്വലീഖുൽ ലിസാനി, നല്ല വാചാലതായിരിക്കും സംസാരത്തിൽ, ഫസീഹുൽ ബയാനി, നല്ല സ്ഫുടമാർന്ന ബയാനായിരിക്കും, നല്ല രീതിയൊക്കെ ആയിരിക്കും. ഇദാ റഅയ്തഹു യുഅജിബുക ജിസ്മുഹു, അവനെ നീ കണ്ട, അവന്റെ ശരീരം കണ്ട നിന്നെ അത്ഭുതപ്പെടുത്തും. വയഖുൽ, അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തസ്മഉ ലിഖൗലി, അവന്റെ വാക്ക് നീ അനുസരിച്ചു പോകും. വലാകിന്നഹു ലാ ഖൈറ ഫീഹി, പക്ഷെ അവനൊരു ഖൈറുമില്ല. ഫൽവാജിബു ബയാനു ദാലിക്, അങ്ങനെയുള്ള ഫിത്നയുടെ പ്രാസംഗികന്മാരിൽ നിന്നും താക്കീത് ചെയ്യൽ നിർബന്ധമായ കാര്യമാണ്. ശിർക്കിന്റെ ആളുകൾ പാട്ട് പാടുന്നത് പോലെ പ്രസംഗിക്കുക, ഇനി ശിർക്ക് തൗഹീദിന്റെ ആളുകൾ പറഞ്ഞു നടന്നുകൊണ്ട് സിനിമകൾ ആളുകൾക്ക് മാതൃകയാക്കി പറയുക തുടങ്ങി ദലാലത്തിന്റെ അങ്ങനെ എല്ലാ പ്രാസംഗികന്മാരിൽ നിന്നും, എല്ലാ ഫിത്നയിൽ നിന്നും ആളുകളെ താക്കീത് ചെയ്യാൻ ആ വ്യക്തിയെ കുറിച്ച് പറയേണ്ടി വരും. ആ വ്യക്തിയുടെ പ്രശ്നം ഇതാണ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും. അത് പണ്ഡിതന്മാർ അനുവദിച്ച സന്ദർഭമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇമാം നവവി റഹ്മഹുല്ല, അതിൽപ്പെട്ടതാണ് നമുക്കറിയാം, ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ജർഹ് വ തഅദീൽ. അപ്പൊ അതിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയെ സംബന്ധിച്ച് അയാളുടെ മിസ്റ്റേക്ക് പറയൽ വുജൂബാകും. അത് ഈ ഉമ്മത്തിന് ഇജ്മാ ഉള്ള വിഷയമാണ്. അതുപോലെ തന്നെ ഷുഹൂദ്, സാക്ഷിയായി നിൽക്കുന്നവൻ, അവനിലൊക്കെ മിസ്റ്റേക്കുകൾ പറയൽ ബൽ വാജിബുൽ ലിൽ ഹാജ ആണ് ഇമാം നബി പറഞ്ഞത്. ആവശ്യത്തിന് ഇത് പറയൽ നിർബന്ധമാണ്. അതിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് അൽ മുഷാവറത്തു ഫീ മുസാഹറത്തി ഇൻസാനിൻ, ഒരു മനുഷ്യനുമായിട്ട് വിവാഹത്തിന് വേണ്ടി കാര്യം അന്വേഷിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പറയണം.
ഔ മുശാറക്കത്തിഹി, അല്ലെങ്കിൽ ഒരാളോട് കൂറ് കച്ചവടം, ഷെയർ കച്ചവടം ചെയ്യുകയാണ്. ഔ ഈദാഇഹി, അതല്ല നമ്മളൊരു സാധനം ഒന്ന ആളിൽ വിശ്വാസതയോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആ സന്ദർഭത്തിൽ. അതുപോലെ തന്നെ ഔ മുആമലത്തിഹി, ഒരു വ്യക്തിയോട് നമ്മൾ ഇടപാട് നടത്താൻ പോവുകയാണ്. ഔ ഗൈറ ദാലിക, ഇതല്ലാത്ത ഔ മുജാവറത്തിഹി, അയൽപക്ക ബന്ധം, ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊക്കെ പോകുമ്പോ വയജിബു അലൽ മുശാവരി, ഒരാള് ഇന്ന വ്യക്തിയെ കുറിച്ച് ചോദിക്കപ്പെടുന്നവൻ ഇന്ന ആളോടേക്കും ചോദിക്കുക, കല്യാണത്തിന് എന്താണ് ഇവന്റെ അവസ്ഥ, എനിക്ക് ഇവനോട് കൂറ് കച്ചവടം ചെയ്യണം, എന്താണ് ഇവന്റെ അവസ്ഥ, എനിക്ക് ഇവന് ചില കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ടത്, എന്താണ് ഇവന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ ചോദിക്കപ്പെടുന്നവന് നിർബന്ധമാണ് അല്ലാ യുഖ്ഫിയ ഹാല, അവന്റെ അവസ്ഥ മറച്ചു വെക്കാൻ പാടില്ല. ബൽ യദ്കുറുൽ മസാവിഅ, മറിച്ച് ഫീ ലതീഫി ബിനിയത്തിൻ നസീഹ, നസീഹത്തിന്റെ മാർഗത്തിൽ അവനിലുള്ള മിസ്റ്റേക്കുകൾ, അവൻ ഇന്നെന്ന പ്രോബ്ലം ഉള്ള ആളാണ്, ഇന്ന മിസ്റ്റേക്ക് ഉള്ള ആളാണ് എന്ന് പറയൽ നിർബന്ധമാണ് എന്ന് ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതിനെന്താ തെളിവ്? വിവാഹാന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹാ ഖാലത്ത്, അദ്ദേഹം പറയുകയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. ഫഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന അബൽ ജഹ്മി വ മുആവിയത ഖതബാനി, മുആവിയയും അതുപോലെ തന്നെ അബുൽ ജഹ്മും നബിയെ എന്നെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോ അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഫഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ മുആവിയ, മുആവിയ ഉണ്ടല്ലോ, മുആവിയ റളിയല്ലാഹു അൻഹു, ഫസ്അലൂകുൻ ലാ മാല ലഹു, അദ്ദേഹം സഅലൂക്കാണ്, ഫഖീറാണ്, ലാ മാല ലഹു, സമ്പത്തില്ലാത്ത ഒരാളാണ്. എന്നാ അമ്മ അബുൽ ജഹ്ം, അബുൽ ജഹ്ം ഉണ്ടല്ലോ, ഫലാ യദഉൽ അസാ അൻ ആതിഖിഹി, തന്റെ മുതുകിൽ നിന്ന്, പിരടിയിൽ, തന്റെ ചുമലിൽ നിന്ന് വടി താഴെ വെക്കാത്ത ആളാണ് എന്ന് പറഞ്ഞ മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം, വഅമ്മാ അബുൽ ജഹ്ം ഫദറാബുൽ ലിനിസാ, അബുൽ ജഹ്ം പെണ്ണുങ്ങളെ, സ്ത്രീകളെ ധാരാളം അടിക്കുന്ന ആളാണ്. അപ്പൊ അവനെ സൂക്ഷിക്കണം കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇന്ന് ചില ആളുകൾ അങ്ങനെ പെണ്ണുങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും ഭാര്യമാരെയൊക്കെ അടിച്ചിട്ട് ആണത്തം കാണിക്കുന്ന ജാഹിലുകളുള്ള കാലം അന്ന്. അതോ ദീനിന്റെ മാർഗത്തിലൊന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയെ അടിക്കണമെന്ന് പഠിപ്പിച്ചത് ആളുകൾക്ക് അറിയില്ല. ചില ആളുകൾക്ക് വളരെ വിവരക്കേടാണ് ചെയ്യുന്നത്. അടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഘട്ടമുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് അവരെ ഉപദേശിക്കുക, അള്ളാഹുവിൽ അവരിൽ ഭയമുണ്ടാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് കിടപ്പറ ഒന്ന് വിട്ടു നിൽക്കുക, അല്ലെ 3 ദിവസം ഒന്നും മിണ്ടാതിരിക്കുക, ഇതൊക്കെ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെറിയ രൂപത്തിൽ, മുറി വരാത്ത രൂപത്തിൽ അടിക്കുക എന്നുള്ളത്. മുറി വരാൻ പാടില്ല. എന്നാലും ആളുകളോ അടിച്ച് തലയും തലമണ്ടയും അതുപോലെ മുഖം അടിച്ചു പൊട്ടിക്കുക. ആ ജാതി ആളുകളിൽ ജീവിക്കുന്ന കാലഘട്ടം അന്ന്. അതെന്തിനാ? ദീനിന്റെ പേരിലുമല്ല, ഇവൻ ചെയ്യുന്ന തോന്നിവാസമല്ല, കണ്ട സ്ത്രീകളുമായിട്ട് ചാറ്റിംഗ് ഒക്കെ പിടിച്ചിട്ടുണ്ടാവും, അതിന്റെ ദേഷ്യം കൂടി തീർക്കുക. ഈ ജാതി ജാഹിലീങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന അവസരത്തിലും ആ വ്യക്തിയുടെ ന്യൂനതകൾ നമുക്ക് പറഞ്ഞു കൊടുക്കൽ ജായിസാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, നാവിനെ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ്, അമ്മാ ബഅദ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഗീബത്ത് പറയൽ അനുവദനീയമായ സന്ദർഭങ്ങളെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. 4ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, മുസ്ലിമുകളെ ഒരാളുടെ ഷർറിൽ നിന്ന് തടുക്കാൻ അത് വ്യത്യസ്ത നിലക്കാണ്. അത് നമ്മൾ പറഞ്ഞു. ഒന്ന്, സാക്ഷി നിൽക്കുന്ന ആളോ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയെ കുറിച്ചോ, അത് തന്നെ, അല്ലെങ്കിൽ വിവാഹം അന്വേഷിച്ചു വരുമ്പോ ഇന്ന വ്യക്തിയെ കുറിച്ച് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. ചില ആളുകൾ വിവാഹം മുടക്കി എന്നൊക്കെ പറഞ്ഞ് ഹക്ക് പറയാതിരിക്കും. അത് പാടില്ല. ഒരു വ്യക്തിയെ കുറിച്ച് ഇന്ന ആളെ വിവാഹം അന്വേഷിക്കാൻ പോകുന്നുണ്ട്, എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ, നമുക്കറിയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ നസീഹത്തിന്റെ ഭാഗത്താണ്. അല്ലാതെ അവനെ കിട്ടിയ ചാൻസിന് മുതലെടുക്കുക എന്ന് പറഞ്ഞാൽ അവനെ കുറ്റം പറഞ്ഞു തീർക്കലല്ല. അതുപോലെ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവൻ അതിൽപ്പെട്ട, എന്നിട്ട് ഇമാം നവവി റഹ്മഹുല്ലാ പറയുകയാണ്, അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇദാ റആ മുതഫഖിഹൻ യതറദ്ദദു ഇലാ മുബ്തദഇൻ.
ഒരു ദീൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുത്തൻ മുബ്തദിഇന്റെ അടുക്കലേക്കാണ് അവൻ ഇങ്ങനെ പതിവായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഔ ഫാസിഖിൻ, അല്ലെങ്കിൽ ഒരു തെമ്മാടിയുടെ അടുക്കലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യഖുദു അൻഹുൽ ഇൽമ, അവനിൽ നിന്നാണ് അവൻ ഇൽമ സ്വീകരിക്കുന്നത്. അങ്ങനെ ഇവന് പോകുമ്പോ ഒരു സുഹൃത്ത് അത് കണ്ടു. വഖാഫ അയ്യതദററൽ മുതഫഖിഹു ബിദാലിക്, അങ്ങനെ ആ മനുഷ്യൻ അവൻ ചിന്തിക്കുകയാണ്, ഈ മനുഷ്യൻ ആ മുബ്തദിഇന്റെയും ഫാസിഖിന്റെയും അടുക്കൽ പോയാൽ അവന് വലിയ ബുദ്ധിമുട്ടിലാവുകയല്ലോ. അപ്പോ ആ പോകുന്ന ആളെ കുറിച്ച്, അല്ലെങ്കിൽ പ്രബോധകനെ കുറിച്ച്, പ്രാസംഗികനെ കുറിച്ച്, ബലാലത്തിന്റെ ആളുകളെ കുറിച്ച് നസീഹത്ത് ചെയ്യൽ, പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. ബിശർത്തി അൻ യഖ്സിദ നസീഹ, പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ നസീഹത്താണ് ഉണ്ടാകേണ്ടത്. നബി പ്രത്യേകം പറയുന്നുണ്ട്, വഹാദാ മിമ്മാ യുഗ്ലതു ഫീ, ഇത് ധാരാളം ആളുകൾക്ക് തെറ്റുപറ്റുന്ന ഒരു സന്ദർഭമാണ്. വഖദ് യഹ്മിലുൽ മുതകല്ലിമ ബിദാലികൽ ഹസദു, ചിലപ്പോ അവന്റെ ന്യൂനത പറയാൻ ഈ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്നത് അസൂയയായിരിക്കും. ഇന്ന പ്രാസംഗികൻ വളരെ നല്ല പ്രാസംഗികനാണല്ലോ, അപ്പൊ അവനോടുള്ള അസൂയ കൊണ്ട് പറഞ്ഞു കൊടുക്കുക. അല്ലേ വയുലബ്ബിസു ശൈത്താനു അലൈഹി ദാലിക, അല്ലെങ്കിൽ ശൈത്താൻ അവന് തൽബീസ് ഉണ്ടാക്കി കൊടുത്തിട്ടായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ വയുഖയ്യിലു ഇലൈഹി അന്നഹു നസീഹത്തുൻ, അല്ലെങ്കിൽ ശൈത്താൻ അവന് നീ പറഞ്ഞോ, അവനെ കുറിച്ച് കുറ്റം പറയാ, എന്നിട്ട് അതൊക്കെ ഒരു നല്ല നസീഹത്താണ് ശൈത്താൻ വിട്ടു കൊടുക്കുക. ഈ നിലക്കൊന്നും പാടില്ല. ഫല്യുതഫത്തൻ ലിദാലിക, അതുകൊണ്ട് അതിനെക്കുറിച്ച് അവൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ എന്ന് ഇമാം അൻ-നവവി റഹ്മഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സഹോദരന്മാരെ. ഒരാളെ കുറിച്ച് നമ്മൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും അത് ഒരാളുടെ മിസ്റ്റേക്കാണ്. ഒരാൾ കള്ളു കുടിച്ചവനാണ് നിൽക്കുക, ഒരാൾ വ്യഭിചരിച്ചവനാണ് നിൽക്കുക, അതല്ലെങ്കിൽ മോഷ്ടിച്ചവനാണ് നിൽക്കുക, അതൊക്കെ നമ്മൾ പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടാണ്. കാണുന്ന റോഡുമ കാണുന്ന ആളുകളോടൊക്കെ ഇവൻ കള്ളുടിയനാണ്, ഇവൻ വ്യഭിചരിച്ചവനാണ്, അവൻ ഇങ്ങനെയാണ്, കാണുന്ന ആളുകളോടൊക്കെ പറഞ്ഞു നടന്ന അത് ഉമ്മത്തിൽ ഫിത്നയല്ലാതെ ഒരു ഖൈറും അതുകൊണ്ടുണ്ടാവില്ല. അത് വളരെ ഗുരുതര തെറ്റാണ്. അത് നമ്മൾ ഓരോ വാക്കുകൊണ്ടും നമ്മുടെ വാക്കുകൊണ്ട് ഉമ്മത്തിൽ ഉണ്ടാകുന്ന ഗുണം നേട്ടമെന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷിക്കുക, നാവിനെ കൺട്രോൾ ചെയ്യുക. നമ്മൾ എത്ര ദീനിലും പള്ളിയിലും ഖുർആനോത്തുമായി നടന്നാലും നമ്മുടെ അമലുകളൊക്കെ പൊളിച്ചു കളയാൻ നമ്മുടെ നാവ് ഒരു വാക്ക് മതി. ഖൈറില്ലാത്ത സംസാരങ്ങൾ, ബാക്കിയുള്ളവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംസാരങ്ങൾ സംസാരിക്കരുത്. അനുവദിച്ച ഈ കാര്യങ്ങൾ അനുവദിച്ച രൂപത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ആളുകളായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه